ഗൈസ്, എന്തൊക്കെയുണ്ട് വർത്താനം? എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നുണ്ട്. നമുക്ക് കുഴപ്പമൊന്നുമില്ലാതെ തട്ടിയും മുട്ടിയും തന്നെ ഗുളികയും മരുന്നോ കുടിച്ചിട്ട് അങ്ങനെ അങ്ങോട്ട് പോകുന്നുണ്ട്. ഇന്നത്തെ ദിവസത്തിന് പ്രത്യേകത പറയുകയാണെങ്കിൽ ഒരു സുഖമില്ലാത്തൊരു ദിവസമാണ് കേട്ടോ ഇന്നത്തെ ഒരു ദിവസം. എന്താ വെച്ചാൽ ഇന്നലെ മുതലേ നമുക്ക് ഈ കറക്കം തുടങ്ങിയിട്ടുണ്ട്. പൊതുവേ ഒരു അരപ്പിരി ലൂസാണെന്ന് എല്ലാവരും പറയലുണ്ട്. പക്ഷേ ഇന്നാണ് ആ ഒരു അരപ്പിരിയല്ല ഒരു മുക്കാൽ പിരിയന്നെ അങ്ങോട്ട് പോയത്. അപ്പോൾ ഇന്നലെ മുതൽ നമുക്ക് കറക്കത്തും കുറച്ച് കൂടുതലുണ്ട്. കറക്കം കൂടുതലുണ്ട് വെച്ചാൽ എന്താ ഛർദി, ക്ഷീണം, കുഴക്ക്, അങ്ങനെ എന്തൊക്കെയോ പരിപാടികളുണ്ട് നമ്മളെ ശരീരത്തിൽ. അപ്പം എന്തിൻ്റെ വെച്ച് ഇയർ ബാലൻസിൻ്റെ പ്രശ്നങ്ങളാണ് ഇപ്പോൾ ഇന്നലെ മുതൽ നമ്മൾ ഗുളികയും മരുന്നും കുടിച്ചിട്ട് ഇങ്ങനെ പോവുകയാണ്. അപ്പോൾ അതിൻ്റെ പരിണിത ഫലമായിട്ട് ഇന്ന് രാവിലെ നീച്ചപ്പോഴും ഇതുതന്നെയാണ് സ്ഥിരം അവസ്ഥ ഉള്ളത്. അപ്പോൾ ഇന്നലെ വാങ്ങിയിട്ടുള്ള ഗുളികയൊക്കെ ഒന്ന് കുടിച്ചു. പെട്ടെന്ന് നീച്ചപ്പോൾ ഒന്ന് തലകറക്കം, ഛർദി, പിന്നെ എന്തൊക്കെയോ ഒരു സൂക്കേടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാൻ ഒരു 5:45 നീച്ച് ചായയും കടിയൊക്കെ ഉണ്ടാക്കണമല്ലോ എന്ന് വിചാരിച്ച് നീച്ചതാണ്. പക്ഷേ കഴിഞ്ഞിട്ടില്ലായിരുന്നു. ചായ ഉണ്ടാക്കി ഒരു പഴം പുഴുങ്ങിയാണ്ട് 2 പണിക്ക് പറഞ്ഞയച്ചിട്ട് ഞാൻ കടന്നിട്ട് നീക്കുന്നത് ഇപ്പോൾ ഒരു 8:30-9 മണിയായിട്ടാണ് ഞാൻ ഇപ്പോൾ നീച്ചുകൊണ്ട് വന്നത്. അപ്പോൾ ഇന്ന് ഏതായാലും സ്കൂളൊന്നും ഇല്ലല്ലോ. സ്കൂളില്ലാത്തതുകൊണ്ട് കുട്ടികൾക്ക് നല്ല ചായയും കടിയും ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഒരു ഭയങ്കരമായിട്ട് എന്തെങ്കിലും ഇങ്ങനെ നുള്ളിപ്പൊറുക്കി പറഞ്ഞുകൊണ്ട് നിൽക്കും കേട്ടോ. ലീവ് ഉണ്ടാകുമ്പോഴാണല്ലോ നമുക്ക് നല്ല കടി ഉണ്ടാക്കാൻ കഴിയില്ല. അല്ലെങ്കിൽ അവർക്ക് ചായയും വേണ്ട, കടിയും വേണ്ട, പോണെങ്കിലും അങ്ങനെയാണ് പോകല്ലേ. ഇന്ന് പിന്നെ തല കുറച്ച് ശരിയായ സ്ഥിതിക്ക് ഞാൻ ചായയും കടി ഉണ്ടാക്കട്ടെ കേട്ടോ. ചായ കുറച്ച് ഉണ്ടായിരുന്നു അവിടെ, പിന്നെ കടി ഉണ്ടാക്കണം. പിന്നെ 2 മുട്ട ഉണ്ട്, അതൊന്ന് പുഴുങ്ങാൻ വെച്ചിട്ടുണ്ട്. മുട്ടക്കറിയും അതേപോലെ തന്നെ നൂൽപൂട്ട് ഉണ്ടാക്കാമെന്നാണ് വിചാരിച്ചു കേട്ടോ. വച്ചിട്ടൊന്നുമല്ല, എന്നാലും ഒരു സന്തോഷമല്ല ഒക്കെ ഉണ്ടാക്കി കൊടുക്കുന്നത്. പിള്ളേർച്ച് തിന്നണമൊക്കെ ഒരു സന്തോഷമാണ്. ഓൾക്ക് ലീവ് ഉണ്ടാകുമ്പോഴാണ് ഞാനിങ്ങനെ റിസ്ക്കുള്ള പണി എടുക്കലുള്ളൂ കേട്ടോ. നമ്മളെ ആ ഒരു ജയഹേലി പറഞ്ഞിട്ടില്ലേ, അതേപോലെ റിസ്ക്കുള്ള ആ ഒരു പണിയെടുക്കൽ കുട്ടികൾക്ക് ലീവ് ഉണ്ടാകുമ്പോഴാണ്. അപ്പോഴാണ് കുറച്ച് നേരം വൈകി നമുക്കൊന്ന് കടക്കാൻ പറ്റുക. അങ്ങനെ മുട്ടക്കറി ഇതാക്കുന്നത് റെഡി ആയിട്ടുണ്ട്. ഇനി വേഗം നൂൽപുട്ട് ഉണ്ടാക്കട്ടെ. മൂപ്പർക്ക് കൊണ്ടു കൊടുക്കും വേണം കേട്ടോ. രാവിലെ ഒരു പഴം ചായയും കുടിച്ച് പോയതല്ലേ. അപ്പോൾ തൊട്ടടുത്ത് പണിയാവുമ്പോൾ ഇതാണ് സുഖം. ഞാൻ ചായയും കടി ആയിട്ട് കൊണ്ടുവരട്ടോ എന്നും പറഞ്ഞിട്ടാണ് ഇറങ്ങിയത്. അപ്പോൾ ചായ കടിയും കാര്യങ്ങളൊക്കെ ഞാൻ ബാഗിലാക്കി കൊണ്ടു കൊടുക്കാൻ നിൽക്കട്ടെ. മൂപ്പർക്ക് ഇപ്പോൾ ഒരു 10 മണിയാകുമ്പോഴത്തേനാക്കിയാലും മതി. അപ്പോൾ ചായയും കടിയും ഒക്കെ ബാഗിലാക്കി, വെള്ളമുണ്ട്, ചായ ഉണ്ട്, കടിയുണ്ട്, കറിയുണ്ട്, എല്ലാം നമുക്ക് ബാഗിലാക്കിയാണ്ട് ഞാൻ വേഗം കൊണ്ടു കൊടുത്താൽ എനിക്കൊരു സമാധാനം ഉണ്ടാവും. അല്ലെങ്കിൽ നമുക്കൊരു വീട്ടിലിരിക്കണ നമുക്കൊരു സമാധാനം ഉണ്ടാവില്ല. ഒരു കുടിച്ചിട്ടില്ലല്ലോ തിന്നിട്ടില്ലല്ലോ എന്നും പറഞ്ഞിട്ട്. അപ്പോൾ വെയിച്ചിട്ടൊന്നുമല്ല, തലക്ക് ചെറിയൊരു മിന്നാട്ടവും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ആ ചെവിൻ്റെ ഭാഗത്തുനിന്ന് കൂടെ ഒരു അരിപ്പ് വരലുണ്ട്. എന്തോ ഒരു ചെവിയിൽ ഉറുമ്പ് പോയ ആ ഒരു ഫീലിംഗ് വരുമ്പോൾ തന്നെ മനസ്സിലാക്കാതെ വരുന്നുണ്ട്. ഇയർ ബാലൻസിൻ്റെ ആ ഒരു പ്രശ്നമാണ് വന്നുകൊണ്ടിരിക്കണത്. അപ്പോൾ ചായയും കടിയൊക്കെ കാര്യങ്ങളൊക്കെ കൊണ്ടു കൊടുത്തിട്ട് ഞാൻ വേഗം വന്നിട്ട് ചായ കുടിച്ചു കേട്ടോ. ഗുളിക രാവിലെ കുടിച്ചതല്ല, വെറും വയറ്റിൽ കുടിക്കാനുള്ള ഒരു ഗുളികയായിരുന്നു, അത് കുടിച്ചു. ഇനിയിപ്പോൾ ഒന്ന് ചായ കുടിക്കട്ടെ, ഒരു സമാധാനത്തോടു കൂടി ഞാനും ചായ കുടിക്കട്ടെ കേട്ടോ. ഇപ്പോൾ കുറേ ദിവസമായി നൂൽപുട്ടൊക്കെ ഉണ്ടാക്കിയിട്ട്, കുറേ ദിവസമല്ല കുറേ മാസങ്ങളായി ഞാൻ നൂൽപുട്ടൊക്കെ ഉണ്ടാക്കിയിട്ട്. മടിയാണ് ഒന്നാമത് അങ്ങോട്ട് പിഴിഞ്ഞ് കിട്ടുമ്പോഴത്തിന് ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ. അപ്പോൾ എത്ര റെഡിയാക്കിയാലും ആ പെട്ടെന്ന് ആ ഒരു സ്മൂത്ത് ഉണ്ടായി കിട്ടലില്ല. അപ്പോൾ ഇന്ന് ഏതായാലും ഞാനതൊന്ന് ഉണ്ടാക്കി. ആ കുട്ടികൾക്കും തന്നെ നല്ല സന്തോഷമായിട്ടുണ്ട്. മുട്ടക്കറിയും ഇതൊക്കെ ആയപ്പം. അപ്പോൾ വള ഇട്ട് നോക്കണ്ട കേട്ടോ. പൊതുവേ ഞാൻ വള ഇടാറില്ല കയ്യുമ്മൽ. കുറേ മുന്നേ ഊരി വെച്ചതാണ്. ഇപ്പോൾ എന്തോ ഒരു പരിപാടിക്ക് പെട്ടതാണ് ഞാൻ. പൊതുവേ വള ഇടാൻ എനിക്ക് വലിയ ഇഷ്ടമല്ല കേട്ടോ. തീരെ ഇഷ്ടമില്ലാത്ത ഒരു ആഭരണം എന്ന് പറയുന്നത് വളയാണ്. തീരെ ഇഷ്ടമല്ല വള ഇടാനായിട്ട്, വലിയ ഇഷ്ടമൊന്നുമില്ല. പിന്നെ ഒരു കല്യാണം കാര്യങ്ങളൊക്കെ പോകുമ്പോൾ വെറും കൈയായിട്ട് പോകണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് പിന്നാണ്ട് എടുത്തിടുന്നത് കേട്ടോ. ഞാൻ പൊതുവേ വള ഇടാത്ത ഒരാളാണ്. പാദസരം ഓക്കെയാണ് കേട്ടോ. പാദസരം ഇടാതെ എങ്ങോട്ടെങ്കിലും പോകുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാകലുണ്ട്. ചിലവർക്ക് അങ്ങനെ ചില ഒരു ആഭരണങ്ങളോട് ഭയങ്കരമായിട്ടൊരു ക്രൈസ് ഉണ്ടാകുമല്ലോ, ഒരു ഇഷ്ടം ഉണ്ടാകുമല്ലോ. അതേമാതിരിക്കാണ് എനിക്കൊരു പാദസരം വേണം കേട്ടോ, അത് മസ്റ്റാണ്. അങ്ങനെ തലക്ക് ഇതാ വീണ്ടും എന്തൊക്കെയോ ഓടിക്കളി തുടങ്ങിയിട്ടുണ്ട്. ഞാൻ വീണ്ടും ഗുളിക എടുത്ത് കുടിച്ചിട്ട് ഇനിയിപ്പോൾ കുളി നനയും കഴിഞ്ഞിട്ടില്ല കേട്ടോ. കുളി നനയും താഴാരൊന്നും കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ഇനി ചോറും കൂട്ടാനും ഉണ്ടാക്കാം കേട്ടോ. ഇതൊക്കെ പാടങ്ങോട്ട് കഴിഞ്ഞിട്ടാണ് കടന്നാലേ ഒരു സമാധാനത്തോടുള്ളൊരു കടപ്പ് തന്നെയാവും. അപ്പോൾ ഞാൻ വേഗം വലിയ ചെമ്പിൽ തന്നെ ഇന്ന് ഞാൻ ചോറ് തേച്ചു. വലിയ ചെമ്പിൽ ചോറും വലിയ കുടുക്കയിൽ കറിയും കൂടിയും വെച്ചാൽ ഇനിയിപ്പോൾ ഒന്നും നോക്കാൻ നിൽക്കണ്ട, നാളെ വെച്ചാൽ മതി. ഇന്നത്തെ വെപ്പും തീനിയും കൂടിയൊക്കെ ഇതത്തോടു കൂടി തീർക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഞാൻ പുറത്തടുപ്പിൽ ഇത് വേഗം ചോറ് വെച്ചിട്ടുണ്ട്. കുറേ ചോറല്ല കേട്ടോ. വൈകുന്നേരം ഇപ്പോൾ ഉച്ചക്ക് തിന്നാനും അതേപോലെ തന്നെ നമുക്ക് വൈകുന്നേരം തിന്നാനുള്ള ചോറ് വലിയ കലത്തിലാണ് വെക്കൽ, അല്ലെങ്കിൽ കുഞ്ഞു കലത്തിലാണ് കേട്ടോ വെക്കൽ. ഇപ്പോൾ പൊതുവെ സ്കൂളില്ലല്ലോ, ഇലക്ഷൻ ആയതല്ലേ, അപ്പം സ്കൂളും ഇല്ല. അപ്പം നമുക്ക് നേരത്തെ ചോറ് വെക്കണ്ടല്ലോ, അതാണ് ഇപ്പം ലാഭം. അല്ലെങ്കിൽ മക്കൾക്ക് സ്കൂൾക്ക് കൊണ്ടുപോകണമല്ലോ എന്ന് വിചാരിച്ചാണ്ട് നേരത്തെ കാലത്ത് നീച്ചാണ്ട് തട്ടിപ്പിടിച്ച് നീച്ചാണ്ട് ഉണ്ടാക്കി കൊടുക്കലുണ്ട്. ഇപ്പം അത് വേണ്ടല്ലോ.
ഇനിയിപ്പോൾ പരീക്ഷയായി, പിന്നെ പൂട്ടലായി, അങ്ങനെ കുറേ കാര്യങ്ങൾ വരാണ്ടല്ലോ. ഇലക്ഷൻ തന്നെ ഉണ്ട്. ഇനിയിപ്പം ഈ ഒരു നേരം ഉണ്ട്, ആ ഒരു വണ്ടി ഇലക്ഷൻ വണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും പോയി നമുക്ക് വോയിസ് ഓവർ കൊടുക്കാൻ തന്നെ ഇപ്പം നേരം കിട്ടലില്ല, ഓലെ പാട്ടും കൂത്തും കൊണ്ട്. അപ്പം ഞാൻ വേഗം സാമ്പാർ വെക്കട്ടെ കേട്ടോ. ഒന്ന് സാമ്പാറാണ് വെക്കുന്നത്. സാമ്പാർ അറിയാമല്ലോ, കുക്കർ സാമ്പാറാണ്. പൊതുവേ എൻ്റെ കറികളൊക്കെ ഞാൻ കുക്കറിൽ തന്നെയാണ് വെക്കൽ. കുക്കറിലാവുമ്പോൾ എളുപ്പമാണ്, വലിയ ചുഖമൊന്നും ഉണ്ടാവില്ല, നാവിന് അത്ര ഒരു ഇതൊന്നും ഉണ്ടാവില്ല. എന്നാലും പെട്ടെന്ന് ഗ്യാസ് ഞങ്ങട് തീർക്കണ്ടല്ലോ, ഗ്യാസിന് കൊടുക്കണം 900, 950, 1000 റുപ്യൊക്കെ കൊടുക്കണ്ടേ. അപ്പോൾ അതിനെ ലാഭപരിപാടി ആക്കിയിട്ട് ഞാൻ കുക്കറിലാണ് വെക്കണത്. ഒരു കുഞ്ഞി കുക്കറും കൂടി വാങ്ങാനൊരു ഇതുണ്ടായിരുന്നു കേട്ടോ, ഒരു ആഗ്രഹം ഉണ്ടെന്ന് മനസ്സിൽ. കിട്ടുമോ അറിയില്ല. അങ്ങനെ കുക്കറിൽ സാമ്പാർ വെച്ച് ചോറിൻ്റെ പരിപാടിക്ക് നോക്കാൻ വന്നതാണ്. പുറത്താണ് കേട്ടോ ഞാൻ അടുപ്പ് ഇവിടെ ഉണ്ട് കേട്ടോ. നമ്മൾ പോത്തിന് വെച്ച് കൊടുക്കണമല്ലോ, വരകി കൊടുക്കണം കേട്ടോ. വരകിയല്ല, പുളിങ്കൂരും ഗോതമ്പൊക്കെ ഇട്ടിട്ട് അങ്ങനെ വെച്ച് കൊടുക്കണം. എന്നാലാണ് പോത്ത് നന്നായിട്ട് ഉഷാറായിട്ട് കുട്ടപ്പന്മാരാവുള്ളൂ. എന്നാലല്ലേ നമുക്ക് വിൽക്കുമ്പോൾ നല്ല വില കിട്ടുള്ളൂ. അപ്പോൾ ഓല് നമ്മളെ നല്ല ഉഷാറായിട്ട് നോക്കണം. നമ്മൾ ഓലെ നല്ലതുപോലെ ഉഷാറായിട്ട് നോക്കിയാലാണ് നമുക്ക് നല്ല വില കിട്ടുള്ളൂ. എന്നിട്ട് വേണം നമ്മളെ പണയം വെച്ച മാല ഇങ്ങോട്ട് എടുക്കാനായിട്ട്. അപ്പോൾ അതിനാണ് ഞാൻ വെയിറ്റ് ചെയ്യണത്. അങ്ങനെ ചോറ് ഇതാ ഒരുവിധമൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇനി വേഗം ഒന്ന് വാങ്ങി വെക്കട്ടെ. പിന്നെ കാടി വെക്കാനുണ്ട്, നമ്മൾ പുഴുങ്ങാൻ വെക്കാനുണ്ട്, പുളിങ്കൂര് കാര്യങ്ങളൊക്കെ പുഴുങ്ങാൻ വെക്കാനുണ്ട്. അപ്പോൾ ഇതൊക്കെ ഈ ഒരു വെയിലത്ത് നിന്ന് വേണം എടുക്കാനായിട്ടും. അകത്ത് അടുപ്പ് കൂട്ടുകയാണെങ്കിൽ പിന്നെയും വേണം ഞാൻ പുറത്ത് അടുപ്പ് കൂട്ടുക. അപ്പം മടിച്ചിട്ട് അങ്ങനെ ആക്കി വെച്ചതാണ്. പിന്നെ ഒന്ന് മേത്ത് വെള്ളം പാരണം, തിരുമ്പലും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ, ഒന്നും തീരെ കഴിയണില്ല. അപ്പോൾ വെയിലത്ത് നിന്ന് ഇങ്ങനെ ഒന്ന് ആറി നിൽക്കുകയാണ് ഞാൻ. അങ്ങനെ ഇതാക്കണം. ചോറിൻ്റെ ഏകദേശം പരിപാടികളായിട്ടുണ്ട്. വെയിലോട് ഭയങ്കര വെയിലുണ്ട്. വെയിൽ വന്നാൽ ഭയങ്കര വെയിലാവും, പക്ഷേ തണുപ്പ് വന്നാലും നല്ല തണുപ്പുണ്ട് കേട്ടോ. ഇന്നിപ്പം നാളത്തെ കാലത്ത് തന്നെ തണുപ്പ് വരുന്നുണ്ട്. ഡിസംബറൊക്കെ ആയി തുടങ്ങിയില്ലേ, നമ്മളെ ക്രിസ്മസും ആയില്ലേ. ക്രിസ്മസ് പരീക്ഷയായി, ക്രിസ്മസ് പൂട്ടായി, അങ്ങനെ പിന്നെ ന്യൂ ഇയർ ആയി കഴിഞ്ഞു. ഒരു കൊല്ലം എത്ര പെട്ടെന്നാണ് ഓടി പോയതെന്ന് പറയാൻ പറ്റൂല. ഭയങ്കര സ്പീഡിലാണ് ഇപ്പോൾ കൊല്ലങ്ങളൊക്കെ പോണത്. വയസ്സ് കയറുന്നുണ്ട്, മക്കൾ വലുതാകുന്നുണ്ട്, അങ്ങനെ ഏതായാലും അങ്ങനെയൊക്കെ തന്നെയാണ് ഓരോ കൊല്ലങ്ങൾ പോണത്. ഇങ്ങനെയൊക്കെ തന്നെയല്ലേ, ചാടിയാണ് കൊല്ലങ്ങൾ പോണത്. എത്ര പെട്ടെന്നാണ്. ജനുവരി ആയ ഡിസംബർ ആക്കാൻ ഇത്ര വലിയ നയിപ്പൊന്നുമില്ല, പെട്ടെന്ന് പോകുന്നുണ്ട്. മക്കളും തന്നെ ഇന്നെക്കാട്ടിൽ വലിപ്പം വെക്കുന്നുണ്ട്. പേടി ഇതാക്കണം, ആദ്യം പേടി ഉള്ളിൽ ഏറിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ ചോറ് ഇതാക്കണം വാർത്ത് വെച്ചിട്ടുണ്ട്. കുക്കറിൽ കറി വേഗണുണ്ട്, കുടിക്കാനുള്ള വെള്ളമുണ്ട്. പിന്നെ ഒരു അലങ്കോലായിട്ടാണ് നമ്മളെ അടുക്കള കിടക്കുന്നത്. ഒരാളവിടെ വലിയോളവിടെ അടിച്ചു വാരി തുടക്കാനുമാണ് നിൽക്കുന്നത്. ചെറുകളോട് ഞാൻ പാത്രം കഴുകാൻ പറഞ്ഞിട്ടുണ്ട്. നമ്മളെ കുഞ്ഞാറ്റയാണ് പാത്രം കഴുകണത്. എൻ്റെ ഒരു അമ്മച്ചി മാക്സിയാണ് ഇട്ടിട്ടുള്ളത്. അതാവുമ്പോൾ സുഖമാണെന്നാണ് ഓല് പറയണത്. രാത്രിയാകുമ്പോൾ രണ്ടാളും മാക്സി ആടുക കേട്ടോ. അപ്പോൾ നല്ല സുഖമാണ് മാക്സി ഇടുന്നത്. വെറുതെ അല്ലേ നിങ്ങളൊന്ന് മാക്സി ഇടണമെന്നൊക്കെയാണ് പിന്നെ പറഞ്ഞ് കളിയാക്കൽ. നമുക്കൊരു സുഖമാണല്ലോ മാക്സി ഇട്ടാൽ, ചുരിദാർ ഇടുന്നതിനേക്കാട്ടിലൊരു സുഖമാണ് മാക്സി ഇട്ടാൽ. പിന്നെ ഒരു തള്ളക്കോലയാവും, എന്നാലും വിഷയമൊന്നുമില്ല, അതൊരു സുഖമാണ്. നമ്മൾ പർദ്ദയൊക്കെ ഇടൂലേ, അതുപോലെയൊക്കെ തന്നെയാണോ ഈ മാക്സി ഇട്ടാൽ. അങ്ങനെ ഇതാക്കണം. ഓള് പാത്രം കഴുകാൻ നിൽക്കണം. അതിൻ്റെ ഇടയിൽ കുക്കർ കൂക്കുണ്ട്, ഓളെ മേലേക്ക് ആളുണ്ട്. എന്തൊക്കെയാണ് പരിപാടി. ഞാനപ്പോൾ വേറെ എന്തൊക്കെയോ പരിപാടി എടുക്കാൻ വേണ്ടി പോയതാണ്. കുറച്ച് നേരം ഞാൻ അവിടെ ഇരുന്നു. ഞാൻ പറഞ്ഞിട്ടുണ്ട് എനിക്ക് കഴിയാത്തതുകൊണ്ട് ഞങ്ങൾ രണ്ടാളും പണി ഷെയർ ഇട്ട് എടുക്കണം എന്നുള്ളത്. നമ്മൾ 3 ആളും കൂടി ഒരുമിച്ചാൽ ഒത്തുപിടിച്ചാൽ മലയാണ് പോരാത്തത്. അതേപോലെ ഞങ്ങൾ 3 ആളും കൂടി ഒന്ന് ഒത്തുപിടിച്ച് നോക്കിയതാണ് മല പോരുമെന്നുള്ളത്. അപ്പം അത് പറഞ്ഞ പണികളൊക്കെ ഏകദേശം മക്കൾ എടുത്തിക്കണം കേട്ടോ. അങ്ങനെയാണല്ലോ ഓരോ അമ്മമാർക്ക് മക്കളെ തരുന്നത്, പെൺകുട്ടികളെ തരുന്നതല്ല, കുട്ടികളെ തരുന്നത് ഒരു സഹായത്തിന് വേണ്ടിയിട്ടാണല്ലോ. അപ്പം അങ്ങനെ സഹായിക്കുമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഒരു പണി കൊടുത്തപ്പം ഭംഗിയായിട്ട് ചെയ്ത് തീർക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ഭയങ്കര ബോറടിയില്ല പണിയാണെന്നൊക്കെ പറയണം. 36 അതൊക്കെ പറഞ്ഞിട്ടാണ് എടുക്കണത്. എന്തൂരം എത്രങ്ങാനും പാത്രമല്ലേ എന്നൊക്കെ എഴുതാനെന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇങ്ങനെ നിൽക്കണത്. അപ്പം ഞാൻ പറയുന്നുണ്ട്, ഇതൊന്നും ഞാൻ തിന്ന പാത്രമല്ല, ഇത് ഞാൻ വെച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും കൂടി വെച്ച് നിങ്ങളെല്ലാവരും കൂടി തിന്ന് ആ ഒരു അഴുക്ക് പാത്രമാണ് അവിടെ കിടക്കുന്നത്. ഇതാണ് ഞാൻ എന്നും കഴുകണുള്ളത്. 365 ദിവസം ഞാനിത് കഴുകിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഒരു ദിവസം കഴുകുമ്പോഴത്തേനും ഓൾക്ക് ബോറടിയാണ്. അപ്പോൾ അതൊക്കെയാണ് ഇപ്പോൾ പറഞ്ഞത്. ഇങ്ങനെ ഞാൻ കണ്ടാലും വർത്താനം പറഞ്ഞിട്ടാണ് കഴുകണത്. മറ്റുള്ള അവിടെ ഭയങ്കര പാത്രം കഴുകലോ, അവിടെ അടിക്കണ്, തുടക്കണ്, മടക്കണ്, എന്തൊക്കെയോ പണിയാണ്. അപ്പം അങ്ങനെ അഹങ്കാരത്തിനൊട്ടും കുറവില്ല എന്ന് പറഞ്ഞാൽ മതിയല്ലോ. തലക്കാണെങ്കിൽ ഒരു വെളിവും വെള്ളിയാഴ്ച ഇല്ലാത്ത ദിവസമാണ് ഇന്ന് ഇക്ക്. ഇന്നാലും പായസം കുടിക്കാനായിട്ട് നല്ല പൂതി ഉണ്ടായിരുന്നു കേട്ടോ. അതിൽ ഞാൻ പിന്നെ കുറച്ച് സേമിയ പായസം ഉണ്ടാക്കി, ഇത്തിരി പായസം ഉണ്ടാക്കിയിട്ടുള്ളൂ. കുഞ്ഞിപ്പാത്രത്തിൽ ഇത്തിരി പായസം ഉണ്ടാക്കി. ഒരു പൂതിയാണല്ലോ, ഇടക്കും തലക്കും ഒരു പൂതിയാണല്ലോ. അപ്പോൾ അങ്ങനെ ഒരു പായസം ഉണ്ടാക്കി.
പിന്നെ ഇന്നത്തെ വീഡിയോ ഇതാക്കുന്ന ചെറിയൊരു വീഡിയോസാണ്. അപ്പോൾ ഇഷ്ടമാകുകയാണെങ്കിൽ പോയിട്ടൊന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ നോക്കിയിട്ട് ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കണം കേട്ടോ. എന്നാലാണ് നോട്ടിഫിക്കേഷൻ വരുള്ളൂ. ലൈക്ക് ചെയ്യുമ്പോൾ ഹൈപ്പും കൂടി ചെയ്യാൻ മറക്കല്ലേ. പിന്നെ ഷെയറും കൂടി ചെയ്ത് കൊടുത്തോളൂ കേട്ടോ. അപ്പോൾ സന്തോഷമാണ് നമുക്ക്. അപ്പോൾ ഷോർട്ട് വീഡിയോ ഇടലുണ്ട്, അതും കൂടി ഒന്ന് കണ്ട് സഹകരിക്കണം. അപ്പം ഇത്തിരി മിൽക്ക് മേഡൊക്കെ പറഞ്ഞിട്ട് ഒരു പായസം കുടിച്ചാണ്ടല്ലോ ഒരു സന്തോഷമാണ്, ഒരു സമാധാനമാണ്. ഈ ഒരു ഈ ഒരു തണുപ്പ് കാലത്തിന് പായസം കുടിക്കുമ്പോൾ നല്ല രസമാണ്. ഇത് കഴിഞ്ഞിട്ട് ഇന്ന് ഞാൻ ഏതായാലും പോത്തിനെ മേക്കാൻ പോകണില്ല കേട്ടോ. എനിക്ക് തീരെ കഴിയണില്ല. അപ്പോൾ ഇന്ന് ഞാൻ ലീവാണ് പോത്തിനെ മേക്കാനായിട്ട്. അല്ലെങ്കിൽ വൈകുന്നേരം ആകുമ്പോഴത്തേന് നമുക്ക് പോത്തിനെ മേക്കാനുള്ളൊരു ധൃതി വരലുണ്ട്. അങ്ങനെ ഇതാക്കണം. എൻ്റെ പായസം കൂടി കഴിഞ്ഞാൽ ഞാൻ അവിടെ പോയി കിടക്കാൻ പോകും കേട്ടോ. പായസം വെച്ച് കുടിച്ചിട്ടില്ലായിരുന്നു കേട്ടോ. അവിടെ ഞാനെല്ലാം സെറ്റാക്കി ചോറും കൂട്ടാനും കാര്യങ്ങളൊക്കെ ആക്കി. അപ്പം ഞാൻ വേഗം കുളിച്ച് കുറച്ച് നേരം ചോറൊക്കെ തിന്ന് കടന്നു. ഇത്രയാണ് അന്ന് ഉണ്ടായത്.